ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് പോയി നോക്കിയതാണ്. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയതും ഇൻവെർട്ടർ ഓഫ് ആവും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാറ്ററി വാട്ടർ തീരല്ല കേട്ടോ, ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടെർമിനൽ വയർ കണക്ട് ചെയ്തത് വിട്ടു പോകുന്ന ചെറിയൊരു കോൺടാക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ബാറ്ററിക്ക് ആവില്ല. അത് മാത്രമല്ല, ബാറ്ററിയിൽ നിന്ന് ചാർജ് തിരിച്ച് അങ്ങോട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ഈ വയർ സ്ലീവ് കളഞ്ഞിട്ട് അതിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഇൻവെർട്ടറിൽ ലോഡ് എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ഇൻവെർട്ടർ വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ആ ടെർമിൽ അവിടുന്ന് മാറ്റി പുതിയ ടെർമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മൾ ഈ പഴയ നിലവിലുള്ള ടെർമിൽ ഒന്ന് ചുരണ്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കംപ്ലയിൻറ്റ് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കഴിയുമ്പോൾ വരും. ചിലപ്പോൾ ഈ ടെർമിനൽ ലൂസ് ആയാലും ഇങ്ങനെ കോൺടാക്റ്റ് കിട്ടാതെ വരുമ്പോൾ അത് ഫംഗൽ വന്നിട്ട് വരും. അത് നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ജെല്ല് പോലത്തെ സംഭവം, അതായത് ഇപ്പോൾ സബോളിനോ വാസിലിനോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് തേച്ച് കൊടുക്കുക. സാധാരണ പുതിയ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പാക്ക് കിട്ടും, അതാണ് ഇത് ശരിക്കും തേച്ച് കൊടുക്കുക. അതുകൊണ്ട് ടെർമിനലിന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ കൂടെ 1 ലിറ്ററിൻ്റെ ആസിഡ് വാങ്ങിയിട്ടുണ്ട്, ബാറ്ററി ആസിഡ്. അതേപോലെ തന്നെ ഇനി അത് കൂടാതെ ബാറ്ററി വാട്ടർ നമ്മൾ ഒരു 6 ലിറ്ററിൻ്റെ ബാറ്ററി വാട്ടർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കഴിഞ്ഞ കാരണം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പ് നമ്മൾ സബോളിൻ വാങ്ങിയിട്ടുണ്ട്. സബോളിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനലിൽ കംപ്ലീറ്റ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കംപ്ലയിൻറ്റ് വരില്ല. ഇത് ഫംഗൽ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ കഴിയുമ്പോൾ വരും, അല്ലെങ്കിൽ നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലസ് മൈനസ് ടൈറ്റ് ചെയ്യുന്ന ആ ബോൾട്ട് ചെറിയൊരു ലൂസ് ഉണ്ടെങ്കിലും അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ബാറ്ററി വാട്ടർ എല്ലാത്തിലും ഒരുപാട് ആസിഡ് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ 1 ലിറ്ററിലാണ് മൊത്തത്തിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്ററി വാട്ടർ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ ബാറ്ററിയിൽ ചാർജിങ് ആണ്. നമ്മൾ ഓഫാക്കി ഒക്കെ ചെക്ക് ചെയ്ത് ഒരു 15-20 മിനിറ്റ് അവിടെ ചെക്ക് ചെയ്ത് ഒക്കെ കറക്റ്റാണ്. ബാറ്ററി ഇൻവെർട്ടറിൽ ചാർജിങ് കയറുന്നുണ്ട്, അതേപോലെ ഔട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്ത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഓഫാക്കി കാണിച്ചു തരാം. RCB ഓഫാക്കി ഇപ്പോൾ ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ലോഡായിരുന്നു. നേരത്തെ അങ്ങനെ അല്ല ഉണ്ടായിരുന്നത്. നേരത്തെ കറണ്ട് പോയതും അതവിടെ അപ്പം തന്നെ കട്ട് ഓഫ് ആവും, കാരണം തീരെ ചാർജ് ഒട്ടും തന്നെ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റും ശരിയാക്കി ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞ സമയത്ത് ബാറ്ററി ചാർജിങ് കാണിക്കുന്നുണ്ട്. ചാർജിങ്ങിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇല്ല, ഇപ്പോൾ ബാക്കപ്പിലാണ്, ഇപ്പോൾ ചാർജിങ്ങിലേക്കായി. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.